കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിൽ എത്തിയ നേതാക്കളിൽ നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയെയും ഏറ്റവും അധികം ആക്ഷേപം പറഞ്ഞ ആരാണെന്ന് ചോദിച്ചാൽ അത് എ.കെ. ആൻ്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആൻ്റണിയാണ്. അദ്ദേഹം കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആർക്കും സഹിക്കില്ല. പഴയ കോൺഗ്രസ്സുകാർക്കോ അല്ലെങ്കിൽ ബി.ജെ.പിയിൽ എത്തിയ കോൺഗ്രസ്സുകാർക്കോ ഒന്നും സഹിക്കാൻ പറ്റില്ല. അത്രമാത്രം രൂക്ഷമായിട്ടാണ് എ.കെ. ആൻ്റണിയുടെ മകൻ്റെ പ്രതികരണം. എ.കെ. ആൻ്റണിയുടെ ആഹ്വാനം 2014 മുതൽ ജനം തള്ളുകയാണെന്ന് അനിൽ ആൻ്റണി പറഞ്ഞു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല, കോൺഗ്രസിൻ്റെയും ഗാന്ധി കുടുംബത്തിൻ്റെയും പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നും അനിൽ ആൻ്റണി പറയുന്നു. ഈ എ.കെ. ആൻ്റണി എനിക്ക് വളരെ 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 എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണ്, എൻ്റെ പിതാവാണ്. പക്ഷേ 2014 തൊട്ട് ശ്രീ എ.കെ. ആൻ്റണി പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ജനത തിരസ്കരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. 2014 കഴിഞ്ഞ് കോൺഗ്രസ് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ടോ? 2014 പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കിട്ടാതെ ആണ് ഇവർ പരാജയപ്പെട്ടത്. 2019 പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും അർഹമല്ലാത്ത രീതിയിലാണ് പരാജയപ്പെട്ടത്. 2016 2021 സംസ്ഥാന രാഷ്ട്രീയത്തിലും വളരെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത്. ഈ കോൺഗ്രസ്സുകാരൊക്കെ അവസാനമായിട്ടൊരു തെരഞ്ഞെടുപ്പ് ജയിച്ചെന്നാണ്. ഇവരെല്ലാം ഇന്ത്യൻ ജനത പിന്നെയും ചവിട്ടുകോട്ടയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. എന്നിട്ട് ഇനി ഇപ്പോൾ പറഞ്ഞതിന് എന്ത് പ്രസക്തി? കഴിഞ്ഞ 10 വർഷമായിട്ട് ഒന്നും പറഞ്ഞ് നടക്കാത്തവർ ഇന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ?